നമസ്കാരം കൂട്ടുകാരെ, പൂമ്പാറ്റകളിലേക്ക് സ്വാഗതം. DSMC നിങ്ങൾക്കായിട്ട് ഒരുക്കുന്ന മനോഹരമായൊരു പ്രോഗ്രാമാണ് പൂമ്പാറ്റകൾ. എല്ലാ വ്യാഴാഴ്ചയും നിങ്ങളെ കാണുവാൻ ചില കൂട്ടുകാർ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വ്യാഴാഴ്ചയും ഈ പ്രോഗ്രാമിൽ വരാൻ മറക്കരുതേ. വെൽക്കം ടു ദ പൂമ്പാറ്റകൾ. കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ കൂടെ ടിങ്കു നമ്മുടെ കൂടെ ഉണ്ട്. ടിങ്കു നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാ മോഹം തിരിച്ചത് ടിങ്കു? അങ്ങോട്ട് നോക്ക്, കൂട്ടുകാരെ നോക്ക് ടിങ്കു. എനിക്ക് നാണോ? നാണമാണോ? ഇവന് നാണമാണ്. കൂട്ടുകാർ, നിങ്ങൾക്ക് നാണമുണ്ടോ? ഹേയ്, കൂട്ടുകാർക്കൊന്നും നാണമില്ല. ഈ തല ഉയർത്തി നോക്ക് നേരെ. ഓ നോക്ക്, ടൈം കളയല്ലേ, വേഗമാട്ടെ, നോക്കിക്കോ. ഓ, എബൻ മോനും ടിങ്കു മോനും ഒക്കെ നോക്കി നിൽപ്പുണ്ട്. നിന്നെ നോക്കി നിൽപ്പുണ്ട്, നോക്കിക്കേ. വെരി ഗുഡ്. നീ എന്താ നോക്കാത്തത്? എനിക്ക് പേടിയാ. ഓ, നിനക്ക് പേടിയാ? കൂട്ടുകാരെ, ചില കൂട്ടുകാർക്ക് ഇതാണ് ഭയമാണ്, ഭയം. ചില കൂട്ടുകാർക്ക് ഇരുട്ടിനെ പേടിയുണ്ട്. നിനക്ക് ഇരുട്ടിനെ പേടിയാണോ? ഇങ്ങോട്ട് നോക്ക്. എനിക്ക് ഇരുട്ടിനെ പേടിയാ. ഓ, ഇവൻ ഇരുട്ടിനെ പേടിയാ. പിന്നെ എന്തിനൊക്കെ പേടിയാ? ടീച്ചറെ പേടിയാ. ഓ, ടീച്ചറെ പേടിയാണ്. പിന്നെ എന്തൊക്കെ പേടിയാണ്? പിന്നെ നീ പറ. വീട്ടിലാരെങ്കിലും വന്നാ പേടിയാ. ഈ വീട്ടിലാരെങ്കിലും വന്നാൽ പേടിയാണ്. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ചില കൂട്ടർക്ക് പരീക്ഷയെ പേടിയാണ്. ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെ ഭയത്തിൻ്റെ അനുഭവത്തിൽ നമ്മളിരിക്കുന്ന കൂട്ടുകാരാകാം. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ്, ഭയപ്പെടുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ ഇത് മറക്കരുത്. ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് യു. ദൈവം നമ്മുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ട്. അതെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ വേദനകളിലും നമ്മുടെ ദുഃഖത്തിലും നമ്മുടെ കഷ്ടപ്പാടിലും എല്ലാം ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലേ? അതെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഫ്രണ്ട്സ്, കൂടെയുള്ളവനായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കണം. നമ്മുടെ ആശ്രയം ക്രിസ്തുവിലാണ്. യേശുവപ്പച്ചൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ചില കൂട്ടുകാർക്ക് ഇങ്ങനെ കിടന്നുറങ്ങാൻ പേടി, തന്നെ കിടന്നുറങ്ങാൻ. ചില കൂട്ടുകാർക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ പേടി. അങ്ങനെയൊക്കെയുള്ള കൂട്ടുകാരുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ ചിലർക്കാണെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടിയാണ്. കുഞ്ഞ് താഴോട്ട് നോക്കി സംസാരിക്കും. നീ മുഖത്ത് നോക്കി സംസാരിക്കാറുണ്ടോ? ഞാൻ മുഖത്ത് നോക്കി സംസാരിക്കാറുണ്ട്. ഓക്കെ, ഇവൻ മുഖത്ത് നോക്കി സംസാരിക്കാറുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾ മുഖത്ത് നോക്കി സംസാരിക്കണം. ഭയപ്പെടരുത്. കാരണം എന്തിനാണ് ഭയപ്പെടുന്നത്? ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം യേശു നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഒരനർത്ഥവും നമുക്ക് സംഭവിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ വേദനകളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും. God is always with me. റൈറ്റ്, God is always with me. ദൈവം എൻ്റെ കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ കൂട്ടുകാരെ, നിങ്ങൾക്കും ഉറപ്പിക്കാവോ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവം കൂടെയുണ്ടെന്ന്? ആർ യു അഗ്രി വിത്ത് മീ? Yes, I agree with him. I agree with you. ഓക്കെ, റൈറ്റ്. അങ്ങനെയെങ്കിൽ ഫ്രണ്ട്സ്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. God is always with me and you also. കൂട്ടുകാരെ, ഒരു കളി കളിച്ചാലോ? നല്ലൊരു ഗെയിം, ചെറിയൊരു ഗെയിം. ക്ലാപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. ക്ലാപ്പ് എന്ന് പറയുമ്പം ഒരു ക്ലാപ്പ് നിങ്ങൾ ചെയ്യണം. ക്ലാപ്പ്. സ്നാപ്പ് എന്ന് പറയുമ്പം ചുപ്കി എന്ന് പറഞ്ഞാൽ എന്തുവാ, ഞൊട്ടയിടുക. അത് ചെയ്യണം. സ്നാപ്പ്. ഗൺ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഗൺ മുകളിലോട്ട് വെടി വെച്ചോണം. എന്നോട് വെടി വെക്കരുത്, TV വെടി വെക്കല്ലേ, അല്ലെങ്കിൽ മൊബൈലിൽ വെടി വെക്കരുത്, മുകളിലോട്ട് വെടി വെച്ചോണം. റെഡി? ക്ലാപ്പ്, സ്നാപ്പ്, ഗൺ. ഇനി ഞാൻ ഇൻസ്ട്രക്ഷൻ പറയും, നിങ്ങൾ അവിടെ നിന്ന് ഗെയിം ചെയ്യണം. റെഡി? ഒരു എക്സാമ്പിൾ കാണിക്കാം. ഡബിൾ ക്ലാപ്പ് ഗൺ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഡബിൾ ക്ലാപ്പ്. വെടിവെക്കുന്നതിന് ഈ ശബ്ദം നിങ്ങൾ ഉണ്ടായിക്കോ. ഉറക്ക വെച്ചോണേ ശബ്ദം, അവിടെ ഇരിക്കുന്ന എല്ലാവരും കേൾക്കണം. റെഡി? ക്ലാപ്പ്, സ്നാപ്പ്, ഗൺ. ക്ലാപ്പ്, സ്നാപ്പ്, ഗൺ. ഇനി ഞാൻ സ്പീഡ് കൂട്ടും. ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻ നിങ്ങൾ അവിടെ നിന്ന് ചെയ്തോണം. തെറ്റുകയാണെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു പോയിൻ്റ് കൗണ്ട് ചെയ്തോണം. സോ തെറ്റിപ്പോവാണെങ്കിൽ പോയിൻ്റ് കൗണ്ട് ചെയ്യേണ്ട. ഓക്കെ? സോ നോക്കാം. ഏറ്റവും കൂടുതൽ ഞാൻ 10 ഇൻസ്ട്രക്ഷൻ പറയാം. ഏറ്റവും കൂടുതൽ കറക്റ്റായി ചെയ്യുന്ന കൂട്ടുകാരാരാന്ന് നോക്കാം. നിങ്ങൾ വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ ബ്രദറാണോ സിസ്റ്ററാണോ ഏറ്റവും കറക്റ്റായിട്ട് ചെയ്യുന്നത് നോക്കിക്കോ. റെഡി? തുടങ്ങാമല്ലോ. ഇതാ സ്നാപ്പ്, ക്ലാപ്പ്, ഗൺ. വെരി ഗുഡ്, കറക്റ്റായിട്ട് ചെയ്തു. ഇനി ഞാൻ കാണിക്കൂല, പറയത്തേ ഉള്ളൂ. സോ നിങ്ങൾ ചെയ്തോണേ. സ്നാപ്പ്, ക്ലാപ്പ്, ഗൺ. ഡബിൾ സ്നാപ്പ്, ഗൺ.
Gun snap clap. Clap gun snap clap. Snap clap gun clap. Gun clap snap clap. Clap gun clap. Triple gun clap snap. Snap clap gun snap. വാ വെരി ഗുഡ് ഫ്രണ്ട്സ്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാൻ കഴിവുള്ളവരാണ്. സോ നന്നായിട്ട് ശ്രദ്ധിക്കണം. ചില കൂട്ടുകാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പള്ളി വന്നിട്ട് വളരെ അലക്ഷ്യമായിട്ട് നിൽക്കുന്നത് കാണാറുണ്ട്. ഫ്രണ്ട്സ്, അലക്ഷ്യമായിട്ട് ഇരിക്കരുതേ. നല്ലവണ്ണം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിജയിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കാം, വിജയിക്കാം. ഈ ഗെയിമിൽ നിന്നാണ് അതാണ് നമ്മൾ പഠിക്കുന്നത്. എൻജോയ്. നമുക്കിനി നല്ലൊരു മാജിക് കണ്ടാലോ? എൻ്റെ കയ്യിൽ 2 ബ്ലൂ തുണിയുണ്ട്. സോ ഇതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടല്ലേ? മാരേജിന് പോയിട്ടുണ്ടല്ലേ? നിങ്ങളുടെ കസിൻസിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിലുള്ള ആൾക്കാരുടെയൊക്കെ കല്യാണത്തിന് പോയിട്ടുണ്ടോ? ഉണ്ട്. സോ നിങ്ങൾ കല്യാണത്തിന് പോയിട്ട് പള്ളിക്കകത്തൊക്കെ ഇരിക്കും. മോതിരം വായുവിൻ്റെ ശുശ്രൂഷയൊക്കെ നിങ്ങൾ കാണാറുണ്ട് അല്ലേ? കിരീടം വായുവിൻ്റെ ശുശ്രൂഷ എല്ലാം നിങ്ങൾ കാണാറുണ്ട്. നിങ്ങൾ സന്തോഷിക്കാറുണ്ടോ? നല്ലൊരു കുടുംബം, അവിടെ പുതിയൊരു കുടുംബം ദൈവനമ്പ്രാനാൽ സംജാതമായ ഒരു നല്ല കുടുംബം ഉണ്ടാകുകയാണ്. നോക്കിയേ, അങ്ങനെയെങ്കിൽ ഇതാ ഈ 2 തുണി അവിടെ ചേട്ടൻ മിന്നു കെട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? സിമ്പിളാണ്. ലെഫ്റ്റ് ഓവർ റൈറ്റ്, റൈറ്റ് ഓവർ ലെഫ്റ്റ്. ഇതാണ് നമ്മൾ മിന്നു കെട്ടുന്നത്. ചുമ്മാ ചെറിയൊരു ടെക്നിക്ക്, മിന്നു കെട്ടാനുള്ളൊരു ടെക്നിക്കാണ്. ആരെങ്കിലും മിന്നു കെട്ടാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇങ്ങനെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതാ ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു നല്ല കുടുംബജീവിതം നമ്മൾ തുടങ്ങുകയാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ, ഒരു ചേട്ടനോ അല്ലെങ്കിൽ ചേച്ചിയും തമ്മിൽ നല്ലൊരു കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ദൈവമാണ് ഇട്ടിരിക്കുന്നത്. ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ട നല്ലൊരു കുടുംബജീവിതമാണ് ദൈവം അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ അദൃശ്യനായൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം ആ കുടുംബജീവിതത്തിലുണ്ട് എല്ലായ്പ്പോഴും. അങ്ങനെയെങ്കിൽ നമ്മുടെ അപ്പായും അമ്മായും ഒക്കെ വിവാഹത്തിൻ്റെ സമയം, നിങ്ങൾക്ക് വീട്ടിലൊക്കെ വിവാഹത്തിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ ചിലപ്പോൾ കാണും, നിങ്ങളുടെ അപ്പായുടെയും അമ്മയുടെയും ഒക്കെ. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം എല്ലായ്പ്പോഴും ആ കുടുംബജീവിതത്തിലുണ്ട്. ഉണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിവാഹം നടന്നപ്പം അവിടെയുള്ള അദൃശ്യമായ സാന്നിധ്യം എന്താണ്? അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. എന്നേക്ക് നിലനിൽക്കുന്ന സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ നമ്മുടെ കൂടെയുള്ള സാന്നിധ്യം എന്ന് പറയുന്നത് അത് അഴിഞ്ഞു പോകുന്നതല്ല, അത് കെട്ടപ്പെട്ടതാണ്, എന്നേക്ക് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ആ സാന്നിധ്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും നിലകൊള്ളണം, ജീവിക്കണം. അങ്ങനെയുള്ള സാന്നിധ്യത്തിൽ നന്മകൾ തീർച്ചയായിട്ടും ഉണ്ട്. ദൈവത്താൽ ബന്ധിപ്പിക്കപ്പെട്ടതാണ്. കണ്ടോ? ദൈവത്താൽ ബന്ധിപ്പിക്കാൻ നല്ല സാന്നിധ്യത്തിൽ അവർ ജീവിക്കുന്നു, എന്നേക്ക് നിലകൊള്ളുന്നു. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ നമുക്കും യേശുവിനോടുള്ള നല്ല സാന്നിധ്യത്തിൽ ജീവിക്കണം അല്ലേ? അത് വിവാഹ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ പഠനത്തിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും എല്ലാം ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല അനുഭവം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ തയ്യാറാണോ? ആർ യു റെഡി ഫോർ ദാറ്റ്? യെസ്. എല്ലാ പൂമ്പാറ്റകളെയും അതിനുവേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത ആഴ്ച വരാൻ മറക്കരുത്. എത്ര മണിയാ? 5 മണി. ബൈ.